ഈ ഫോട്ടോയിൽ കാണുന്ന ചേച്ചി നമുക്കൊരു ഡാൻസ് കാണിച്ചു തരും. എല്ലാവരും ഒന്ന് കാണുക. ഞാൻ നിങ്ങളെ ഇപ്പോ ഒരു ഡാൻസ് കാണിക്കാം. ഈ ഡാൻസ് നിങ്ങളെ എത്രത്തോളം സന്തോഷിപ്പിക്കുന്നുണ്ടെന്ന് ഒന്ന് കണ്ടിട്ട് പറയും. ആ ചേച്ചി ഡാൻസ് കണ്ടു, ബാക്കിയുള്ള പരദൂഷണം തുടങ്ങിക്കോ. സന്തോഷമുണ്ട്. ഇങ്ങനെ കുട്ടികളുടെ മുഖം പോലും കാണാത്ത രീതിയിൽ മൊത്തമായിട്ട് മൂടിയിട്ട് ഡാൻസ് എന്ന പേരിൽ ഈ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾക്ക് സന്തോഷമാണോ തോന്നുന്നത് എന്ന് തന്നെയാണ് ഞാൻ ചോദിച്ചത്. മതത്തിന്റെ പേരിൽ ഇത്തിരി പോകുന്ന കുട്ടികളെ വരെ ഇത്തരത്തിൽ കോമാളി വേഷം കെട്ടിക്കുന്നതിന് നിങ്ങൾ പോസിറ്റീവ് ആയിട്ടാണോ കാണുന്നത്? അതൊക്കെ അവരുടെ അവകാശമാണ് എന്നാണോ പറയുന്നത്? മനുഷ്യന് ഇത്തരത്തിൽ അവകാശമൊന്നും ഇല്ലേ എന്നാണ് എന്റെ ചോദ്യം. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് യു പിയിലേക്ക് നോക്കൂ എന്ന് പറയുന്ന ആൾക്കാരെ ഇത് ഉത്തർപ്രദേശിലാണ്. അല്ല, ഉത്തർപ്രദേശ് യോഗി ഭരിക്കുന്നത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. അവിടെ തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത്. യോഗി ഇതിലൊന്നും ഇടപെടാറില്ല. ആ യോഗിനെ വെളുപ്പിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. യോഗി മുസ്ലിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ളത് മുസ്ലിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. പിന്നെ ആ ഡാൻസിന്റെ കാര്യം ചേച്ചി, ആ ഡാൻസ് ശ്രദ്ധിച്ചോ? അത് അറേബ്യൻ കൾച്ചറുള്ള ഡാൻസ് ആണ്. അറേബ്യൻ കൾച്ചർ ട്രഡീഷണൽ ഡാൻസ് ആണ്. അതിനങ്ങനെയാണ് ഡ്രസ്സ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഡ്രസ്സ് ചെയ്തിട്ട് അവിടെ കളിക്കുന്നത്. ഇസ്ലാമിൽ അങ്ങനെ ഒരു ഡാൻസ് മാത്രമല്ല, ഈ ഒപ്പന മുസ്ലിങ്ങളുടെ ഡാൻസ് ആണ്. അതിനകത്ത് മുഖം മറിക്കലൊന്നുമില്ല. ചേച്ചി അത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ചേച്ചിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നും ചേച്ചിന്റെ വീട്ടിൽ ആ കളിക്കുന്ന കുട്ടികൾ രാവിലെ വന്ന് പരാതി പറഞ്ഞിട്ട് ആ പരാതി സഹിക്കാൻ വയ്യാണ്ട് ചേച്ചി പൊട്ടിത്തെറിക്കുന്ന പോലെ തോന്നിപ്പോവും. ഇപ്പോ മുസ്ലിങ്ങൾ എല്ലാവരും മുഖം മറിക്കുന്നില്ല, ചില ആൾക്കാർ മാത്രമേ മറിക്കുന്നുള്ളൂ, ചില സ്ത്രീകൾ മാത്രം. അത് അവരുടെ ഇഷ്ടം, അവർ മറിക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ ചേച്ചി തന്നെ തലയിൽ തട്ടോട്ടിട്ടില്ല, മാറ് ശരിക്കും മറിച്ചിട്ടൊന്നുമില്ല. ഏതെങ്കിലും മുസ്ലിങ്ങൾ വന്നിട്ട് എന്താ കുട്ടിയെ തട്ടം ഇടാത്തത്, മാറ് മറിക്കാത്തത് ചോദിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ചേച്ചിയുടെ വിശ്വാസം അങ്ങനെ, ഇസ്ലാമിന്റെ വിശ്വാസം അങ്ങനെ, അതങ്ങനെ പോട്ടെ, ഇങ്ങനെ അങ്ങോട്ട് വെക്കോട്ടെ, പ്രശ്നം തീർന്നില്ലേ? ഇതിപ്പോ ചേച്ചിന്റെ വീട്ടിൽ അവര് വന്ന് പരാതി പറഞ്ഞിട്ട് ചേച്ചി പൊട്ടിത്തെറിക്കുന്ന പോലെയാ നമുക്ക് തോന്നിപ്പോ. അറേബ്യൻ ട്രഡീഷണൽ ഡാൻസ് ആണ് ചേച്ചി, അതങ്ങനെ കളിക്കേണ്ടത്. ഇസ്ലാമിനകത്ത് വേറെയും ഡാൻസ് ഉണ്ട്, അത് ചേച്ചി അറിയാത്തതുകൊണ്ടാ. ചുരുക്കം പറഞ്ഞ ഇസ്ലാം എന്താണെന്ന് ചേച്ചിക്ക് അറിയാത്തതുകൊണ്ടാ. എന്നാ ആയിക്കോട്ടെ.